നമസ്കാരം. ഗാസയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്, ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. കുറച്ച് നാൾ, അതായത് ബൈഡൻ അധികാരത്തിൽ നിന്ന് പോകാറായ സമയത്തൊരു വെടിനിർത്തൽ കരാറുണ്ടാക്കി. ട്രംപ് വന്ന ശേഷം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ട്രംപിൻ്റെ വക ഭീഷണി ഹമാസിനുണ്ടായി. എത്രയും വേഗം നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു കുപ്പക്കുന്നാക്കും. പക്ഷേ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരുടെ പക്കൽ ഇരിക്കുന്ന ബന്ദികൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ജീവനോടോ മരിച്ചോ എങ്ങനെയെങ്കിലും അവരെ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമണം നിർത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്തരുതെന്ന് ഹമാസിന് നിർബന്ധമുണ്ട്. ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായിട്ടും തകർത്ത ശേഷം മാത്രമേ ഹമാസ് അടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ഹമാസ് പലസ്തീൻ്റെ രക്ഷകരാണെന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ കബളിപ്പിക്കപ്പെടുകയാണ്. ഹമാസ് എന്ന് പറയുന്നത് പലസ്തീനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് അവർ നിലകൊള്ളുന്നത് ഇസ്രായേലിന് വേണ്ടിയും അതുപോലെ തന്നെ അവരെ ഉപയോഗിക്കുന്ന മറ്റ് ചിലർക്ക് വേണ്ടിയുമാണ്. ഹമാസിന് ഫണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇസ്രായേലിലൂടെയാണ്. ഖത്തറിൽ നിന്നാണ് പണം പോയിരുന്നത്. ഒരു മാസം $15 മില്യൺ വീതം, അതിൽ കൂടുതൽ പണം ഹമാസിന് അയച്ചു കൊടുത്തിരുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അറിവോടെയാണ്, നെതന്യാഹുവിൻ്റെ അറിവോടെയാണ്. ഹമാസ് അവിടെ നിലനിൽക്കണം എന്നത് അവരുടെ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലേക്ക് ഗാസ പോകാതെ ഗാസയെ സെപ്പറേറ്റാക്കി മാറ്റി നിർത്തി അത് ഹമാസിനെ കൊണ്ട് ഭരിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിച്ച് അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരുന്നത് വലിയ ഒരു ലക്ഷ്യം വെച്ചാണ്. നമ്മൾ ഈ കാണുന്ന ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു മതപരമായ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റോ ഒന്നുമല്ല, മറിച്ച് അതൊരു വെറും ബിസിനസ് കോൺഫ്ലിക്റ്റ് മാത്രമാണ്. ഗാസ എന്ന് പറയുന്ന സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ചില വമ്പൻ ധനികരുടെ ശ്രമം. അതായത് ഗാസ കടലിടുക്കിൽ, ഗാസ മുനമ്പിൽ സഹസ്ര കോടിക്കണക്കിന് ഡോളറിന്റെ പ്രകൃതിവാതക എണ്ണ നിക്ഷേപമുണ്ട്. ഈ എണ്ണയും പ്രകൃതിവാതകവും എടുത്തു കഴിഞ്ഞാൽ ഗാസയെ ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ പറ്റും. അത് മാത്രമല്ല, അതങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി അതിലൂടെ കിട്ടുന്ന വരുമാനം മാത്രമല്ല, അതുകൂടാതെ ഗാസയിലെ എണ്ണയും പ്രകൃതിവാതകവും ഖനനം ചെയ്തെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോക എനർജി മാർക്കറ്റ് അങ്ങനെ ഖനനം ചെയ്തെടുക്കുന്നവരുടെ കൈപ്പിടിയിലാണ്. നിങ്ങൾക്കറിയാം, യൂറോപ്യൻ എണ്ണ മാർക്കറ്റ്, യൂറോപ്യൻ പ്രകൃതിവാതക മാർക്കറ്റ് മൊത്തത്തിൽ കയ്യാളി വെച്ചിരിക്കുന്നത് റഷ്യയാണ്. റഷ്യ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ റഷ്യയുടെ പക്കൽ നിന്നും അത് തങ്ങളുടെ കൈകളിലേക്ക് വരണം എന്ന് ചില കച്ചവടക്കാർ ആഗ്രഹിച്ചു. അപ്പോൾ അതിനുള്ള വഴി എന്ന് പറയുന്നത് റഷ്യയുടെ മേൽ ഉപരോധം വരണം. റഷ്യയുടെ മേൽ ഉപരോധം വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ റഷ്യയുടെ യൂറോപ്പിലേക്കുള്ള സപ്ലൈ നിലയ്ക്കുള്ളൂ. അങ്ങനെ റഷ്യക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്താനുള്ള മാർഗം തെളിഞ്ഞു കഴിഞ്ഞാൽ ഗാസയെ എങ്ങനെയും സ്വന്തമാക്കിയെടുത്തിട്ട് അവിടെയുള്ള പ്രകൃതിവാതക ഖനനം ആരംഭിക്കുക, ആ പ്രകൃതിവാതക ഖനനത്തിലൂടെ തന്നെ ഗാസയെ പുനർനിർമ്മിക്കുക, ഒപ്പം തന്നെ റഷ്യ കൈയാളി വെച്ചിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിലേക്ക് പ്രകൃതിവാതകവും അതുപോലെ തന്നെ എണ്ണയും എത്തിച്ചു കൊടുക്കുക. അങ്ങനെ റഷ്യയുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടും യൂറോപ്യൻ മാർക്കറ്റ് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് രണ്ടാമത് അവിടെ ആ ആധിപത്യം തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. പക്ഷേ റഷ്യയുടെ മേൽ ഉപരോധം വരണം. റഷ്യ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചെങ്കിൽ മാത്രമേ അവരുടെ മേൽ ഉപരോധം വരത്തുള്ളൂ. അങ്ങനെ അവർ ഉക്രൈനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. സെലൻസ്കിയെ സ്വാധീനിച്ച് റഷ്യയെ പ്രകോപിപ്പിച്ചു. റഷ്യക്ക് പേടിയുണ്ടാകുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും ഉക്രൈനിൽ അവർ നടത്തി. ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാകും എന്നുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഉക്രൈൻ മാറിക്കഴിഞ്ഞാൽ അത് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ട് മാറും എന്ന് കണ്ടപ്പോഴാണ് പുടിൻ യാതൊരു നിവൃത്തിയുമില്ലാതെ ഉക്രൈനിലേക്ക് കയറിയത്. അങ്ങനെ ഉക്രൈനിലേക്ക് റഷ്യ കയറി കഴിഞ്ഞപ്പോൾ തന്നെ യൂറോപ്പും അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ റഷ്യക്ക് ഉപരോധം വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കാണുന്നത് ഒക്ടോബർ 7 2023 ഹമാസ് ഇസ്രായേലിലേക്ക് കയറി അവിടെ കുറെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു. റഷ്യയുടെ മേൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം വന്ന ശേഷമാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കയറി അവിടെ കൂട്ടക്കൊല നടത്തിയത് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഹമാസ് അങ്ങനെ അങ്ങോട്ട് കയറി ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേൽ അറിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ഒരിക്കലും മറക്കാതിരിക്കേണ്ട കാര്യം.
കാരണം മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസി ഉള്ള ഈ പറയുന്ന ഇസ്രായേൽ, അവരുടെ തൊട്ടടുത്ത് നിന്ന് ഗാസയിൽ നിന്നും ഹമാസിന്റെ ആൾക്കാർ അങ്ങോട്ട് കയറിയത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് വിശ്വസിക്കുമോ? ഒരാളും വിശ്വസിക്കില്ല. അപ്പോൾ ഇസ്രായേലിന്റെ പ്രയർ പെർമിഷനോടുകൂടി ഇസ്രായേൽ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ ഹമാസിനെ നിയന്ത്രിക്കുന്നവരാരാണോ അവർ പറഞ്ഞതനുസരിച്ച് ഹമാസ് കൃത്യമായിട്ട് തന്നെ കയറേണ്ട സമയത്ത് തന്നെ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തി. അങ്ങനെ ഇസ്രായേലിന് ഗാസയെ ഇടിച്ചു നിരത്താൻ ഒരു കാരണം ഹമാസ് ഇട്ടുകൊടുത്തു. എന്താണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന് തന്നെയാണ്. ഗാസയിൽ ജീവിക്കുന്ന പാവപ്പെട്ട പലസ്തീനികളെ അവിടെ നിന്ന് തുരത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. അവരെ സംബന്ധിച്ച് ആ മനുഷ്യരുടെ ജീവനുകൾക്ക് യാതൊരു വിലയുമില്ല. അവരവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, അവർക്ക് പിന്നെ യുദ്ധം നടത്തേണ്ട കാര്യമില്ല. അവർ ക്ലീനായിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. എന്നാൽ അവിടെ ജീവിക്കുന്ന സാധാരണക്കാർ അവിടെ നിന്നും എങ്ങോട്ട് പോകാനാണ്? നമ്മൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ ഗാസയിൽ ജീവിക്കുന്ന പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഇസ്രായേലിൽ ജീവിക്കുന്നത് ഭൂരിപക്ഷവും പണക്കാരാണെങ്കിൽ പലസ്തീനികൾ വളരെ പാവപ്പെട്ടവരാണ്. അന്നന്നത്തെ അന്നത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഗതികെട്ട് ജീവിക്കുന്ന പാവങ്ങൾ. അവർക്കറിഞ്ഞുകൂടാ ഈ അന്താരാഷ്ട്ര പോളിറ്റിക്സും അല്ലെങ്കിൽ ഗാസ കടലിടുക്കിലെ പ്രകൃതിവാതകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ എണ്ണയെക്കുറിച്ചോ ഒന്നും അവർക്കറിഞ്ഞുകൂടാ. അതൊന്നും അവരുടെ വിഷയമല്ല. അവരെ നിയന്ത്രിക്കാനായിട്ട് ഈ ഹമാസിനെ അവിടെ ആക്കിയിരിക്കുന്നത് ഈ ഗാസ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിൽ അമേരിക്കയുണ്ട്, ഖത്തറുണ്ട്, ഇസ്രായേലുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ ഒരിക്കലും അത് ഈ രാജ്യങ്ങളാണെന്ന് ആരും കരുതണ്ട. ഈ രാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെ അതാതിടങ്ങളിലെ സർക്കാരുകളെ നിയന്ത്രിക്കുന്ന വമ്പൻ തോക്കുകളുണ്ട്. അവർക്കാണ് ഗാസ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ നീക്കം നടത്തിയത്. ആ നീക്കത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഹമാസാണ്. അപ്പോൾ ഹമാസ് ഇസ്രായേലിന് അങ്ങനെ ഒരു കാരണം ഇട്ടുകൊടുത്തപ്പോൾ ഇസ്രായേൽ അവിടെ കയറി ഗാസ ഇടിച്ചു നിരത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇസ്രായേൽ അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തകർക്കുകയാണ്. എന്തിനാ തകർക്കുന്നത്? അവിടെ ആരും ജീവിക്കരുത്. അതായത് ഈ യുദ്ധത്തിന്റെ പേരിൽ അവർ കെട്ടിടം ഇടിച്ചു നിരത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ യുദ്ധം ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് അവർ. ഹമാസിനെ അല്ല അവർ ഇല്ലാതാക്കുന്നത്. ഹമാസ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും ഹമാസുമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞ ഒരു ടാർഗറ്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ടാർഗറ്റ് അവിടെ ജീവിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക എന്നത് തന്നെയാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെ കാലിയാക്കി എടുക്കാനായിട്ട് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഹമാസ് നിൽക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ഹമാസിനെ വിശ്വസിക്കുന്ന ഹമാസിന്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ പറയും, എന്നിട്ടാണോ ഹമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ വളരെ ബുദ്ധിപരമായിട്ട് ആരൊക്കെയോ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഈ ഹമാസിന്റെ നേതാക്കളോട് അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യവും എന്നാൽ അവർ ലക്ഷ്യമിടുന്നതും രണ്ടും രണ്ടാണ്. ഹമാസിന്റെ നേതാക്കളോട് ഇവരെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ബലമായിട്ട് സംശയിക്കുന്നത് ഇവരെ ഉപയോഗിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ്. 2 ഇസ്രായേലാണ്, 3 അമേരിക്കയാണ്. ഇവർക്ക് 3 പേർക്കും ഇതിൽ പങ്കുണ്ട്. അതായത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ നിയന്ത്രണത്തിൽ ഇവർക്ക് 3 പേർക്കും റോളുണ്ട്. ഖത്തറിൽ നിന്നാണ് ഹമാസിന് വർഷങ്ങളായിട്ട് പണം പൊയ്ക്കൊണ്ടിരുന്നത്. അവരുടെ പണം കൊണ്ടാണ് ഹമാസ് അവിടെ പ്രവർത്തനം നടത്തിയിരുന്നത്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഹമാസിന്റെ പല നേതാക്കളും ഖത്തറിലാണ് ജീവിച്ചിരുന്നത്. ഇസ്മായിൽ ഹാനിയൊക്കെ അവിടെയാണ് ജീവിച്ചിരുന്നത്. അതിനർത്ഥം എന്താണ്? ഖത്തറാണ് ഹമാസിനെ നിയന്ത്രിക്കുന്നത്. ഹമാസിനെ ഖത്തർ നിയന്ത്രിച്ചിരുന്നത് ഹമാസിലൂടെ ആ ഗാസ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്വന്തമാക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഇസ്രായേലും എല്ലാം സഖ്യകക്ഷികളാണ്. അമേരിക്കയും ഖത്തറും ഇസ്രായേലും എല്ലാം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ആൾക്കാരെ അവിടെ നിറക്കി വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥലം സ്വന്തമാകും. ഈ സ്ഥലം സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവർ അവിടമെല്ലാം ഇടിച്ചു നിരത്തി അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റും. ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുന്നതിന്, ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റുന്നതിന് 5 പൈസ പോലും പോക്കറ്റിൽ നിന്ന് മുടക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഖത്തർ ഒരു മാസം $15 മില്യൺ വീതം വാരി എറിഞ്ഞെങ്കിൽ അവർക്കറിയാം ബില്യൺ കണക്കിന് ഇങ്ങോട്ട് ഇൻകം നാളെ കിട്ടുമെന്നുള്ളത്. ഇങ്ങനെ വലിച്ചെറിയുന്ന പണത്തിന്റെ 1000 മടങ്ങ് തങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നവർക്കറിയാം. എങ്ങനെ കിട്ടും? ഈ പ്രകൃതിവാതകവും എണ്ണയും അവിടെ നിന്നും ഖനനം ചെയ്തെടുത്ത് ഇപ്പോൾ റഷ്യക്ക് ഉപരോധം നേരിട്ടിരിക്കുന്നത് കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് അവിടെ നിന്നും ഇവർ സപ്ലൈ ആരംഭിച്ചു കഴിഞ്ഞാൽ ലോക എനർജി മാർക്കറ്റ് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഇങ്ങനെയുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ഗാസയെ ഇങ്ങെടുക്കാൻ പോവാണ്. ട്രംപിന് മനസ്സിലായി ഈ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഓയിൽ യുദ്ധമാണ്.
ഗാസ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നൂറ്റാണ്ടുകളോളം ഗാസ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ഥലം വെച്ച് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് ട്രംപിന് മനസ്സിലായി. അപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സകല ആക്ടിവിറ്റികളുടെയും പണം അമേരിക്കയിലേക്ക് പോകും. നിങ്ങൾക്കറിയാം, ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്, അമേരിക്കക്കാരുടെ ടാക്സ് പണം എടുത്ത് ഞങ്ങൾ ഒരു രാജ്യത്തെയും സഹായിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഗാസ ഞങ്ങൾ പുനർനിർമ്മിക്കും എന്ന് ട്രംപ് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ്? ഒരിക്കലും അമേരിക്കക്കാരുടെ ടാക്സ് പണം എടുത്തിട്ട് ട്രംപ് ഗാസ പുനർനിർമ്മിക്കില്ല. അപ്പോൾ ട്രംപിന് നന്നായിട്ടറിയാം, ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ട പണം അവിടെ തന്നെ കിടപ്പുണ്ട്. ആ പണം അതിനുവേണ്ടി മാത്രമല്ല, ഇപ്പോൾ റഷ്യ കൈയാളി വെച്ചിരിക്കുന്ന ഓയിൽ മാർക്കറ്റ് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാനും ഗാസ കയ്യിൽ കിട്ടിയാൽ സാധിക്കും. അത്രയേറെ നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റും എണ്ണ ഡെപ്പോസിറ്റും അവിടെയുണ്ട്. അപ്പോൾ ഇത് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ യുദ്ധം വിജയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ പലസ്തീനികൾ പൂർണ്ണമായിട്ട് അവിടെ നിന്നും പുറത്ത് പോയേ പറ്റൂ. ട്രംപ് വളരെ പച്ചയ്ക്കതങ്ങ് പറഞ്ഞു. ട്രംപ് പറഞ്ഞു, പലസ്തീനികൾ അവിടെ നിന്ന് പോയേ പറ്റൂ, നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇടപെട്ട് നിങ്ങളെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ട് താമസിപ്പിക്കുക. അത് അങ്ങനെയുള്ള മഹാമനസ്കത എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ കിടന്ന് നിങ്ങൾ നരകിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ അവിടെ നിന്ന് പോയച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ യുദ്ധം. അപ്പം നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും രാജ്യക്കാരുമായിട്ട് സംസാരിച്ച് നിങ്ങളെ അവിടെ കൊണ്ട് താമസിപ്പിക്കാം. എന്നിട്ട് ഗാസയെ അമേരിക്ക ഏറ്റെടുത്ത് ഗാസയെ പുനർനിർമ്മിച്ച് ആ ഗാസ കൊണ്ട് ലോക എനർജി മാർക്കറ്റ് കൈയാളുകയും ഗാസയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ മറ്റൊരു വമ്പൻ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ അതിൽ കണ്ണുവെച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലും അതേപോലെ തന്നെ ഖത്തറുമൊക്കെ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ മോഹം നടക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അമേരിക്കയും ഇവരെല്ലാം കൂടി ചേർന്ന് ചിലപ്പോൾ ഇത് നടപ്പിലാക്കിയെന്ന് വരും. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ഈ ഗാസയെ ഇവർ സ്വന്തമാക്കി യൂറോപ്യൻ മാർക്കറ്റ് അവരുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രശ്നമുണ്ടാക്കുന്നത് റഷ്യയ്ക്കാണ്. റഷ്യയ്ക്ക് വലിയ നഷ്ടം അതുണ്ടാക്കും. അപ്പോൾ റഷ്യ അത് അനുവദിക്കുമോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. റഷ്യയ്ക്ക് മാത്രമല്ല, അവരെ പോലെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ചൈനയെയും അതേപോലെ തന്നെ ഇറാനെയും കൂടിയാണ്. അപ്പോൾ ചൈന, റഷ്യ, ഇറാൻ എന്നീ പറയുന്ന 3 രാജ്യങ്ങൾക്ക് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു നീക്കമായിരിക്കും ഈ ഒരു സംഭവം അവിടെ അവർ ഉദ്ദേശിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ. അത് റഷ്യയുടെയും ചൈനയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും ഒക്കെ എക്കണോമിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ കൂടെ പിന്തുണയില്ലാതെ ഇത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അവർ കൂടി ഇതിൽ ഭാഗവാക്കായി, അതായത് അവിടുത്തെ കമ്പനികൾ കൂടി ഇവിടെ വന്ന് ഈ ഖനനങ്ങളിലും മറ്റും ഭാഗവാക്കായി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി വന്നെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ എന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് നടന്നേക്കും. അതല്ല, അമേരിക്ക ഇന്ത്യക്കാണ്, ഞങ്ങൾ മാത്രമായിട്ട് ഇത് മുഴുവൻ തിന്നും, അല്ലെങ്കിൽ ഖത്തറും ഇസ്രായേലും തീരുമാനിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് മൊത്തം തിന്നും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് പാര വെക്കാനായിട്ട് നിരവധി രാജ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ ഗാസയിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 101% ഉറപ്പിക്കാം, ഈ യുദ്ധം നടക്കുന്നത് ഗാസ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ മതമോ പോളിറ്റിക്സോ യാതൊന്നും തന്നെയില്ല. താങ്ക് യു.